വൈക്കം തലയോലപ്പറമ്പ് മിഠായിക്കുന്നത്തുപാടത്ത് കാവിലമ്മ ക്ഷേത്രാങ്കണത്തിൽ പൊങ്കാല സമർപ്പണം നടത്തി 100ഓളം വനിതകൾ. തൂക്കുവിളക്കുകളുടെയും വാദ്യാഘോഷങ്ങളുടെയും അകമ്പടിയോടെയായിരുന്നു ക്ഷേത്രം മേൽശാന്തി പവിത്രമായ തീർത്ഥം പൊങ്കാല നിവേദ്യത്തിൽ സമർപ്പിച്ചത്. കുടുംബത്തിന്റെ ഐശ്വര്യത്തിനും നാടിന്റെ ശ്രേയസിനുമായി വിശ്വാസഭക്തർ തലയോലപ്പറമ്പ് മിഠായിക്കുന്നത്ത് പാടത്തുകാവിലമ്മ ക്ഷേത്രാങ്കണത്തിലാണ് പൊങ്കാല സമർപ്പണം നടത്തിയത്. ക്ഷേത്രത്തിനു സമീപത്തെ പാടത്ത് വ്രതശുദ്ധരായി എത്തിയ 100 കണക്കിന് വനിതകളാണ് പ്രാർത്ഥനാ നിരതരായി പൊങ്കാല നിവേദ്യം പാകം ചെയ്ത് കാവിലമ്മയ്ക്ക് സമർപ്പിച്ചത്. തൂക്കുവിളക്കുകളുടെയും വാദ്യഘോഷങ്ങളുടെയും അകമ്പടിയോടെ ക്ഷേത്രത്തിൽ നിന്നും മേൽശാന്തി കൊണ്ടുവന്ന പവിത്രമായ തീർത്ഥം പൊങ്കാല നിവേദ്യത്തിൽ വർഷിച്ചതോടെയാണ് ചടങ്ങുകൾ സമാപിച്ചത്. 15 വർഷമായി പാടത്ത് കാവിലമ്മ ക്ഷേത്രത്തിൽ പൊങ്കാല സമർപ്പണം നടത്തിവരുന്നു. 600 വർഷം പഴക്കമുള്ള പാടത്ത് കാവിലമ്മ ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണൻ, ഭാര്യ സത്യഭാമ, ശ്രീകൃഷ്ണ വാഹനമായ ഗരുഡൻ എന്നിവർ ഒരുമിച്ചുള്ള 6 അടി പൊക്കമുള്ള ശിലാവിഗ്രഹമുണ്ടെന്ന പ്രത്യേകത കൂടിയുണ്ട്. ഭാരതത്തിൽ മറ്റൊരു ക്ഷേത്രത്തിലും ഇത്തരത്തിലുള്ള വിഗ്രഹമില്ല. ഗരുഡനും സർപ്പങ്ങളും സൗഹൃദത്തോടെ ക്ഷേത്ര സങ്കേതത്തിൽ കഴിയുന്നുവെന്നതാണ് സങ്കല്പം. കുടുംബജീവിത ഭദ്രതയ്ക്കും ഐശ്വര്യത്തിനും മഞ്ഞൾപ്പറ നിറയ്ക്കുന്ന വഴിപാടും ഈ ക്ഷേത്രത്തിൽ നടത്തിവരുന്നു. ക്ഷേത്രം തന്ത്രി മനയത്താറ്റിലത്ത് കൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പൊങ്കാല സമർപ്പണം നടത്തിയത്. ക്ഷേത്രം മേൽശാന്തി പൂനം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, ട്രസ്റ്റ് അംഗം വാസുദേവൻ നമ്പൂതിരി, വേലിമാം കോവിലില്ലം ഉപദേശക സമിതി ഭാരവാഹികൾ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. എല്ലാ ഭക്തജനങ്ങളുടെയും ആഗ്രഹം അവനവൻ തന്നെ സമർപ്പിക്കുന്ന ആ വഴിപാട് അതിന് വളരെ പ്രത്യേകതയും മഹത്വവുമുണ്ട്. നമ്മൾ നമ്മുടെ ക്ഷേത്രത്തിൽ രസീതിലൂടെ ചെയ്യുന്ന വഴിപാടുകൾ അതിന് ഉപരിയായിട്ട് അവരവരുടെ മനസ്സും ശരീരവും ഈ പൊങ്കാല സമർപ്പണത്തിൽ നടക്കുന്ന ഒരു പ്രത്യേക സുദിനമാണിന്ന്. ന്യൂസ് ബ്യൂറോ, വൈക്കം. ദീപാവലി ബോണസ് വല്ലതും കിട്ടിയോ? എന്റെ മോള് എന്റെ നാട്ടിലെ ആദ്യത്തെ പൈലറ്റായി. അവളുടെ അഡ്മിഷന്റെ നേരത്ത് എനിക്ക് കൈത്താങ്ങായത് മണപ്പുറം ഗോൾഡ് ലോണാണ്. മണപ്പുറം ഗോൾഡ് ലോൺ പണയം വെക്കുന്ന ദിവസങ്ങൾക്ക് മാത്രം പലിശ ഈടാക്കുന്നു.